ഒരു മനുഷ്യന് മറ്റൊരു ജീവിയെ കൊന്നു കളയാതെ അവന്റെ ജീവൻ ഈ ഭൂമിയിൽ നിലനിർത്താൻ പറ്റില്ല. ഒരു പ്രാണികളെ കൊല്ലാതെ ഏത് സസ്യമാണ് മോളെ ലോകത്തുണ്ടാവുന്നത്? ഏതൊരു ജീവിയും മരിക്കുക എന്ന് പറയുന്നത് നെഗറ്റിവിറ്റി പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് മരിക്കുന്നത്. ആദ്യമായിട്ട് ഈ കോഴിയെ കൊല്ലുന്നത് കണ്ടിട്ട് ചിക്കൻ കഴിക്കുന്നത് നിർത്തിയിട്ടുള്ള ആൾക്കാരെയൊക്കെ അറിയാം. പ്രത്യേകം തരത്തിലുള്ള ഒരു മനോഭാവമാണ് വെജിറ്റേറിയൻ എന്ന് പറയുന്നത്. അറിയാം ഇത് മരണപ്പെടാൻ പോവാണെന്ന്. അപ്പൊ ഇതിനെ വിൽക്കുന്ന സമയത്താണെങ്കിലും ഇത് ഭയങ്കര ഇമോഷണലി അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരെ നോക്കുന്നതാണെങ്കിലും ഇവരുടെ മുഖത്ത് ആ ഒരു സങ്കടം പലപ്പോഴും ക്യാപ്ചർ ചെയ്തിട്ട് ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. റോജി ചേട്ടാ, ഈ മെഡിറ്റേഷനും നോൺ വെജും തമ്മിൽ എന്താ ഒരു ബന്ധം എന്ന് പറയുന്നത്? മെഡിറ്റേഷൻ ചെയ്യുന്നവർക്ക് നോൺ വെജ് കഴിക്കാൻ പാടില്ലേ? എന്താ നോൺ വെജ്? മാംസം. മാംസം ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു ജീവിനെ കൊന്നിട്ട് ഉണ്ടാക്കുന്ന അവരുടെ മാംസം കൊണ്ടുള്ള ഫുഡ്. ശരി. ഈ ആഗ്രഹം എത്താതെ എന്നുവെച്ചാ അവർക്ക് എന്തായാലും ആഗ്രഹം ഉണ്ടാവില്ലല്ലോ മരിച്ചിട്ട് വേറൊരാൾക്ക് ഫുഡ് ആവാന്നുള്ളത്. അത് അവരറിയാതെ ചെയ്ത് കഴിഞ്ഞാൽ മെഡിറ്റേഷനോ പ്രാർത്ഥനയോ പൂജകളോ ഒന്നും ചെയ്ത് കഴിഞ്ഞാൽ ഫലം വരില്ല എന്നാണ് പറയുന്നത് അല്ലേ? ആതിര അങ്ങനെ ഒരാളാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പൊ നമ്മൾ തമ്മിലാണ് ഇരിക്കുന്നത്. ആതിര വെജിറ്റേറിയൻ ഒരാളാണ്. ഒരു ഗ്ലാസ് അതിന് എത്ര ഗ്ലാസ് വെള്ളം കുടിക്കും ഒരു ദിവസം? ഒരു 2 ലിറ്റർ ഒക്കെ കുടിക്കും. ആ 2 ലിറ്റർ വെള്ളത്തിൽ എത്ര ലക്ഷം സൂക്ഷ്മജീവികൾ അടങ്ങിയിട്ടുണ്ട്? അപ്പൊ അതിനെന്ത് ചെയ്യാ? ഒരുപാട് ഉണ്ടായിരിക്കും. അപ്പൊ അതിനെന്ത് ചെയ്യുന്നു? വെള്ളം കുടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം? എന്റെ ഉള്ളിലേക്ക് പോകുന്നു. ഉള്ളിൽ പോകുമ്പോ എന്ത് പറ്റും? അത് മരണപ്പെടായിരിക്കും. ഓക്കെ, നമ്മളൊരു നേരത്തെ ഭക്ഷണം കഴിക്കുമ്പോൾ അതിലും എത്ര തരം വലുതും ചെറുതുമായിട്ടുള്ള ജീവികൾ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ബോധത്തിലാണ്. നമ്മൾ അറിയാതെ നടന്നു പോകുമ്പോൾ ഒരു ജീവനെ ചവിട്ടിക്കൊല്ലുന്നതിനെ പറ്റിയിട്ടല്ല പറയുന്നത്. ഇതെല്ലാം നമ്മൾ അറിയാതെ ചെയ്യുന്നതല്ലേ? ഏത് വെള്ളം കുടിക്കുമ്പോൾ വെള്ളത്തിൽ സൂക്ഷ്മജീവിയുണ്ടെന്ന് അറിയില്ലേ? അല്ല, വെള്ളത്തിലൊരു സൂക്ഷ്മജീവി ഉണ്ട്. എന്റെ ആഗ്രഹം കൊണ്ട് ഞാൻ ഇതിന്റെ മാംസം കഴിക്കുന്നത് അതിന്റെ ഒരു രുചി എന്താണെന്ന് അറിഞ്ഞിട്ട് മനഃപൂർവ്വം കഴിക്കുന്നതല്ലേ? അല്ല, ഇത് സ്വാദുണ്ട്. എന്റെ ഇഷ്ടപ്രകാരം ഞാൻ പോയി എടുത്ത് കഴിക്കുന്നതും ഇതിന്റെ അകത്ത് ആ ഒരു ജീവിയോടുള്ള താല്പര്യം കൊണ്ടല്ലോ വെള്ളം കുടിക്കുന്നത്. വെള്ളം കുടിക്കുന്നത് ദാഹം വരാൻ വേണ്ടി മാത്രം, ഊർജം കിട്ടാൻ വേണ്ടിട്ട്, നമ്മുടെ ഡെയിലി ലൈഫിന് ജീവൻ നിലനിർത്താൻ വേണ്ടിട്ട്. നമ്മുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടാണല്ലോ വെള്ളം കുടിക്കുന്നത്. ഭക്ഷണം മാംസാഹാരം കഴിക്കുന്നതും ഈ ആളുകൾ ജീവൻ നിലനിർത്താൻ വേണ്ടിട്ടല്ലേ? രണ്ട് സെയിം അല്ലേ? രണ്ടും ജീവൻ നിലനിർത്താൻ ചെയ്യുന്ന പ്രക്രിയയല്ലേ? ജീവൻ നിലനിർത്താൻ വേണ്ടിട്ടാണ്. ചില ആൾക്കാർ കൂടുതലായിട്ടും മാംസം മാത്രം കഴിക്കുന്ന ആൾക്കാരുണ്ട്. ഉണ്ട്. ഇത് രണ്ടും ജീവൻ നിലനിർത്താൻ വേണ്ടിട്ടാണല്ലോ. നമ്മൾ ഫ്രൂട്ട്സ് പറിച്ച് തിന്നുന്നതും ജീവൻ നിലനിർത്താൻ വേണ്ടിട്ടല്ലേ? ഇതെല്ലാം നമ്മൾ ചെയ്യുന്നതും ജീവൻ നിലനിർത്താൻ വേണ്ടിട്ടാ എന്ന് പറഞ്ഞപ്പോ നമ്മൾ നിലനിൽക്കണം. അപ്പൊ അതെങ്ങനെ ശരിയാവും? ആ കോൺഫ്ലിക്റ്റ് എങ്ങനെ ശരിയാവും? നമ്മൾ വെള്ളം കുടിക്കുമ്പോഴേ നമുക്കറിയാം അതിനകത്ത് സൂക്ഷ്മജീവികൾ ഉണ്ടെന്ന്, എല്ലാം ഉണ്ടെന്ന്. പക്ഷെ നമ്മള് ഈ പല സ്റ്റോറീസിനകത്തിലും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഈ ചന്തകളിലൊക്കെ പോകുന്ന സമയത്ത് ഇതിന് അറിയാം ഇത് മരണപ്പെടാൻ പോവാണെന്ന്. അപ്പൊ ഇതിനെ വിൽക്കുന്ന സമയത്താണെങ്കിലും ഇത് ഭയങ്കര ഇമോഷണലി അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരെ നോക്കുന്നതാണെങ്കിലും ഇവരുടെ മുഖത്ത് ആ ഒരു സങ്കടം പലപ്പോഴും ക്യാപ്ചർ ചെയ്തിട്ട് ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒരു അത്തരം സന്ദർഭങ്ങളിൽ അതൊരു മോശമല്ലേ? പല ആൾക്കാരെ ഞാൻ കേട്ടിട്ടുമുണ്ട് ചിക്കൻ കഴിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ നമ്മള് ഈ വേവിച്ച് കഴിക്കുന്നുണ്ട്. ആദ്യമായിട്ട് ഈ കോഴിയെ കൊല്ലുന്നത് കണ്ടിട്ട് ചിക്കൻ കഴിക്കുന്നത് നിർത്തിയിട്ടുള്ള ആൾക്കാരെയൊക്കെ അറിയാം. എല്ലുപൊടി ഇടാത്ത സസ്യ വിളകൾ ഏതൊക്കെയാ? എല്ലാ വിളകൾക്കും പൊതുവെ എല്ലുപൊടികൾ ഉപയോഗിക്കുന്ന എന്തിനായിരിക്കും? അതിന്റെ വളർച്ചയ്ക്ക് ആ മൂലകം ആവശ്യമാണ്. അതിൽ നിന്നുണ്ടാവുന്ന വസ്തുക്കൾ കഴിക്കുന്നതിന് കുഴപ്പമില്ല. അതെങ്ങനെ ശരിയാവും? ചിലർക്ക് താല്പര്യം ഉണ്ടാവില്ല ഈ മാംസം കഴിക്കുന്നത്. മോളെ, ഒരു സൂക്ഷ്മജീവിയും ഒരു പശുവും തമ്മിൽ എന്താ വ്യത്യാസം? രണ്ടും ജീവികളല്ലേ? രണ്ട് ജീവികളല്ലേ? എങ്ങനെയാ നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റുന്നത്? എങ്ങനെ? എല്ലാം ജീവനുകളാണ്. പിന്നെ ഈ വെജിറ്റേറിയൻ ആയിട്ടിരിക്കുന്ന ആളുകൾ അങ്ങനെ ജീവിക്കോ? എല്ലുപൊടി ഇടാത്ത സസ്യങ്ങൾ വിളയിക്കോ? ഒരു പ്രാണികളെ കൊല്ലാതെ ഏത് സസ്യമാണ് മോളെ ലോകത്തുണ്ടാവുന്നത്? ഒന്ന്
അത് നമ്മുടെ ഈ ഒരു റീസൈക്കിൾ ആ ഒരു സൈക്കിള് എൻവയോൺമെന്റ് സൈക്കിൾ തന്നെ അതിനെ കഴിക്കുന്ന നെല്ല് അരി ഉൾപ്പെടെ എത്രയോ ജീവികളെ കൊന്നൊടുക്കിയതിനു ശേഷം ക്രിയേറ്റ് ചെയ്ത, അല്ലെങ്കിൽ അതിലേക്ക് അരി കിട്ടൂലായിരുന്നു, അവര് കഴിച്ചിട്ട് പോയാനെ. ഈ പറയുന്ന ജീവികളും വലിയ ജീവികളും ചെറിയ ജീവികളും കഴിച്ചിട്ട് പോയാനെ. അതെങ്ങനെ സംഭവിച്ചു? അപ്പൊ പിന്നെ അത് കഴിക്കുന്നത്? അതിന് നമുക്ക് വെജിറ്റേറിയൻ ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല ലോജിക് പരമായിട്ട് വളരെ പ്രാക്ടിക്കലി. ഇനി മേ ബി ഈ ഒരു മാംസം നമ്മുടെ ഉള്ളില് മാംസം ഹീറ്റ് ആണെന്ന് കേട്ടിട്ടുണ്ട്. അതാണ് അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് മാംസാഹാരങ്ങൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ ജീവികളെ കൊന്നു, ഞങ്ങൾ ജീവിയെ ഇല്ലാണ്ടാക്കി, അല്ലാതെ നിങ്ങൾ മറ്റു ജീവികളെ കൊന്നാണ് തിന്നുന്നത്. അത് പറയൽ നിർത്തുക ആദ്യം. ഒരു ജീവികളെ കൊല്ലാതെയും ഒരു മനുഷ്യനും ഒരു സെക്കൻഡ് പോലും ജീവിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ എടുക്കുന്ന ഓക്സിജന്റെ ഉള്ളിലും നമ്മുടെ ശരീരത്തും അത്രയും കണ്ടും സൂക്ഷ്മജീവികൾ നമ്മൾ എല്ലാ ദിവസവും ഫിൽട്ടർ ചെയ്യുന്നുണ്ട്, എല്ലാ ദിവസവും കൊല്ലുന്നുണ്ട്, നമ്മൾ വെള്ളം കുടിക്കുന്നുണ്ട്, പഴം കഴിക്കുന്നുണ്ട്, പച്ചക്കറി കഴിക്കുന്നുണ്ട്. എല്ലാത്തിലും ഇത്രയും ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ജീവികളുണ്ട്. ഒരു മനുഷ്യന് മറ്റൊരു ജീവിയെ കൊന്നു കളയാതെ അവന്റെ ജീവൻ ഈ ഭൂമിയിൽ നിലനിർത്താൻ പറ്റില്ല. ഒന്ന് ചെയ്ത് കാണിക്കും. എന്നിട്ട് വെജിറ്റേറിയനാന്ന് പറഞ്ഞു. വലിയ ജീവി ചെറിയ ജീവി എന്നുള്ള വ്യത്യാസമൊന്നും ഇല്ല ഇവിടെ. ഇവിടെ ജീവികളാണ്. ബാക്ടീരിയ ആണെങ്കിലും അതിന് ജീവിക്കാനുള്ള അവകാശം ഉണ്ടെന്നാണല്ലോ പറയുന്നത് വെജിറ്റേറിയൻ ഭക്ഷക്കാര് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ ശരിയോ? അല്ല, സയന്റിഫിക്കലി ചില ആൾക്കാർ ഇത് ഇങ്ങനെ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മാംസം ഹീറ്റ് ആണ്. അപ്പൊ ഇത്രേ ഉള്ളൂ. സയന്റിഫിക്കലി അല്ല, സ്പിരിച്വലിൽ എന്താണ് സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ മെഡിറ്റേഷൻ സാധനം ചെയ്യുന്ന ഒരാളെന്ന് വിചാരിക്കാം. ഈ പറയുന്ന ഇതുണ്ടല്ലോ, ഈ ചിക്കനും മാംസവും ഫിഷും സാധനങ്ങളൊക്കെ, ഫിഷൊക്കെ മാറ്റി ചേർത്ത് വലിയ പ്രശ്നമൊന്നുമില്ല. എങ്കിൽ പോലും ഈ പറയുന്ന ചിക്കനും ബീഫും ബാക്കി സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ജീവികളെ കൊന്നു കളയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഹോർമോൺ ഉണ്ടല്ലോ അവരുടെ ശരീരത്തിലുണ്ടാവുന്നത്, ഇതെല്ലാം ബോഡിയിൽ സ്പ്രെഡാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഏതൊരു ജീവിയും മരിക്കുക എന്ന് പറയുന്നത് നെഗറ്റിവിറ്റി പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് മരിക്കുന്നത്. സന്തോഷിച്ച് മരിക്കുന്ന ജീവികളൊന്നും ഇല്ല ലോകത്ത്. ഒരു പശുവിനെ നമ്മൾ ഒരു പോത്തിനെ കൊന്നു എന്ന് കരുതുക, അതിന് ഏറ്റവും നെഗറ്റീവായ ഇമോഷൻസ്, നെഗറ്റീവായ ഊർജ്ജം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ സമയത്ത് ആ നെഗറ്റീവായ ഊർജ്ജം മുഴുവനും ആ മാംസത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ കഴിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ നെഗറ്റിവിറ്റിയെ ഡെവലപ്പ് ആവുള്ളൂ. കൊന്നു കളഞ്ഞ ഒരു മൃഗത്തിനാണ് നമ്മൾ കഴിക്കുന്നത്, നമ്മുടെ ഉള്ളിൽ നെഗറ്റിവിറ്റി ഡെവലപ്പ് ആവും. ഓക്കെ, രണ്ടാമത്തെ വിഷയം, ഇത് ഭയങ്കര ഹീറ്റാ. മൂന്നാമത്തെ വിഷയം, കൊല്ലുമ്പോൾ ഉണ്ടാവുന്ന ഹോർമോണും നമ്മൾ മെഡിറ്റേഷൻ ചെയ്തിട്ട്, മെഡിറ്റേഷൻ ചെയ്യുന്നത് എന്തിനാ? നമ്മുടെ ഹോർമോൺസിനെ ബാലൻസ് ചെയ്യാനും, നമ്മുടെ ഹോർമോൺസിനെ ഏറ്റവും പോസിറ്റീവായ ഹോർമോൺസിനെ ഡെവലപ്പ് ചെയ്യാനും, നമ്മുടെ ശരീരത്തിലുള്ള ഹീലിംഗ് സംഭവിക്കാനും നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നത്. ഈ സമയത്ത് വളരെ മോശമായ ഹോർമോൺസ് അടങ്ങിയ ഫുഡാണ് നമ്മുടെ ശരീരത്തോട്ട് വന്ന് കയറുന്നത്. ഇത് നമ്മുടെ സാധനങ്ങളെ മുടക്കും. 2, ഏതൊരു വ്യക്തിയും മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അവന്റെ വയറ് ശുദ്ധമായിരിക്കണം. വയറിന് ഡിസ്റ്റർബൻസ് ഉണ്ടാവാൻ പാടില്ല. മെഡിറ്റേഷൻ സമയത്ത് നമ്മൾ കുറെ ചിക്കനും ബീഫൊക്കെ തിന്നിട്ട് മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്തായിരിക്കും? ഉണ്ടാവുന്ന അശുദ്ധമായ വായു, ഗ്യാസ്, നമുക്കുണ്ടാവുന്ന മോഷൻസ്, നമുക്കുണ്ടാവുന്ന ഹീറ്റ്, നമുക്കുണ്ടാവുന്ന സ്മെല്ല്, നമുക്ക് ബോഡിയിൽ ഉണ്ടാവുന്ന ഡൈജഷൻ. ശരീരം നോർമൽ ഫുഡ് കഴിക്കുന്ന പോലെ അല്ല നോൺ വെജ് കഴിച്ചാൽ ഒരുപാട് കഷ്ടപ്പെടണം. മനസ്സിലായോ? ഈ സമയത്തെല്ലാം നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് പോകും. സ്tomach എന്ന് പറഞ്ഞ സെക്കൻഡ് ബ്രെയിനാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് നിങ്ങളോട് നോൺ വെജ് കഴിക്കരുതെന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ കൊന്നു തിന്നു എന്ന് പറഞ്ഞ് ഒഴിവാക്കാം. ഈ വാക്കുകൾ ഒഴിവാക്കാം. നിങ്ങൾക്ക് കൊല്ലാതെ ജീവിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് കൊല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഇങ്ങനെ കൊല്ലാതെ ജീവിക്കാൻ പറ്റും. അപ്പോൾ ഈ വെജിറ്റേറിയൻ എന്ന് പറയുന്നവര് ശരിക്കും എന്താ? അവര് ഒരു ജീവികളെയും കൊല്ലില്ല എന്നുള്ളതിന്റെ അപ്പുറത്തേക്കും ഒരു വിഭാഗം ജീവികളെ ഞങ്ങൾ കൊല്ലില്ല. അത്രേ ഉള്ളൂ. പ്രത്യേകം തരത്തിലുള്ള ഒരു മനോഭാവമാണ് വെജിറ്റേറിയൻ എന്ന് പറയുന്നത്. വളരെ വ്യത്യസ്തമായ ഒരു മനോഭാവമുള്ള ആളുകളായിട്ടാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ പരീക്ഷിച്ചാൽ വെജിറ്റേറിയൻ എന്ന് പറയുന്ന പദം കൊണ്ട് അർത്ഥമില്ല. അതാണ് ഞാൻ പറയുന്നത്. എല്ലുപൊടി ഇടാത്ത എത്രയോ നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും? പല പച്ചക്കറികൾക്ക് നമ്മൾ എല്ലുപൊടി ഇട്ട് വളർത്തുന്നത്. എത്രയോ ജീവികളെ കൊന്നുകളയുന്നു, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു. മനസ്സിലാവുന്നുണ്ടോ? പറഞ്ഞു തന്നെ ഇത്രയേ ഉള്ളൂ. എനിക്ക് അതിനോട് എതിരൊന്നുമല്ല കേട്ടോ. പക്ഷെ മനസ്സ് ശുദ്ധമായിരിക്കുക എന്ന് പറയുന്നതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ചിന്തകളും വെജിറ്റേറിയൻ ആയിരിക്കുക. അതായത് നിങ്ങളുടെ ശരീരവും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണവും വെജിറ്റേറിയൻ ആയിരുന്നാൽ മാത്രം പോരാ. നിങ്ങളുടെ ചിന്തകൾ വെജിറ്റേറിയൻ ആയിരുന്നാൽ മാത്രം മതി. പിന്നീട് ഘട്ടമായിട്ട് നിങ്ങൾക്കത് ഇത്തരത്തിലുള്ള ടെൻഡൻസികളും ക്രേവിങ്സ് ഒക്കെ നിങ്ങൾക്ക് ഇല്ലാണ്ടായി മാറിക്കൊള്ളും. നമ്മുടെ മനസ്സ് ശുദ്ധമാവാതെ
നിങ്ങളിനി എത്ര അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടും, നിങ്ങളിനി എത്ര കാര്യങ്ങൾ ചെയ്തിട്ടും, ഇനി നിങ്ങൾ എത്ര മെഡിറ്റേഷൻസ് ചെയ്തിട്ടും, എത്ര വെജിറ്റേറിയൻ ഫുഡ് കഴിച്ചിട്ടും കാര്യമില്ല അതിന്. അത് നമ്മുടെ ഈശ്വരനോടുള്ള പ്രണയമാണ്, ഈശ്വരനോടുള്ള ഭക്തിയാണ്, മറ്റ് സഹജീവികളോടുള്ള സ്നേഹമാണ്, നമുക്ക് നമ്മളോടുള്ള വാല്യൂ ആണ്. ഇതെല്ലാം കൂടി ചേർന്നാണ് ഈ പറയുന്ന സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അതല്ലാതെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യം ഒഴിവാക്കിയത് കൊണ്ട് ഞങ്ങൾക്ക് ഈ കാര്യം കിട്ടിയെന്ന് തെറ്റിദ്ധരിക്കരുത്.